തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കോർഡിനേറ്ററായി ചുമതല ഏറ്റെടുത്തുവെന്ന് അറിയിക്കുകയാണ് പി വി അൻവർ എം.എൽ.എ. കൊൽക്കത്തയിൽ ബംഗാൾ മുഖ്യമന്ത്രിയുമായി ചേർന്ന് നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ ചില പ്രഖ്യാപനങ്ങൾ നടത്താൻ പോവുകയാണ് അദ്ദേഹം. പ്രഖ്യാപനങ്ങൾക്ക് തൊട്ടു മുൻപ് ഇപ്പോൾ പി വി അൻവർ മാതൃഭൂമി ന്യൂസിനൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ പി വി അൻവർ, ആദ്യം തന്നെ താങ്കളുടെ പുതിയ രാഷ്ട്രീയ ദൗത്യത്തിന് ആശംസകൾ അറിയിക്കുകയാണ്. എങ്ങനെയാണ് വേഗം തൃണമൂലിലേക്ക് എത്തുന്നത്? സ്വാഭാവികമായിട്ടും തൃണമൂലിനെ സംബന്ധിച്ച് നമുക്കറിയാലോ, ഇന്ന് സംസ്ഥാനത്ത് ആന്റി ഫാസിസ്റ്റ് നിലപാടെടുക്കുന്ന ഇന്ത്യയിലെ പ്രധാനമായ റോള് വഹിക്കുന്ന മുഖ്യമന്ത്രിയാണ് മമതാ ബാനർജി. ആ അർത്ഥത്തിൽ ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഫാസിസമാണ്. അതിനെതിരെ ശക്തമായ നിലപാട് പാർലമെന്റിലും രാജ്യത്തൊട്ടാകെയും എടുക്കുന്ന നിലപാട്, അതുപോലെ തന്നെ പിണറായി സത്തെ താഴെ ഇറക്കാൻ കമ്മ്യൂണിസത്തോട് ഏറ്റുമുട്ടി അനുഭവജ്ഞാനമുള്ളൊരു നേതാവെന്ന നിലക്ക് അവരുമായിട്ടുള്ള ഒരു കോർഡിനേഷനാണ് കേരളത്തിലെ പിണറായി സത്തെ അവസാനിപ്പിക്കാൻ ഏറ്റവും നന്നായിരിക്കുക എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരുമായി സഹകരിക്കാൻ തീരുമാനിച്ചത്. ശ്രീ പി വി അൻവർ, ഇപ്പോൾ താങ്കൾ കോൺഗ്രസ്സുകാരനായി തുടങ്ങി, പിന്നീട് ഇടത് സ്വതന്ത്ര എം.എൽ.എ. ആയി മാറി, പിന്നീട് വലിയ കലഹമുണ്ടാക്കി അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തുന്നു, പോലീസ് സംവിധാനത്തിനെതിരെ വിമർശനങ്ങൾ ഉയർത്തുന്നു, പിന്നീട് DMK രൂപീകരിക്കുന്നു. അതിൽ DMKയിൽ ചേരാനുള്ള ചില ശ്രമങ്ങളും ചർച്ചകളും ഒക്കെ നടന്നു. അവസാനമാണ് തൃണമൂലിലെത്തുന്നത്. ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലെ ഒരു രാഷ്ട്രീയ അഭയമായി വിമർശകർ ഇതിനെ കണ്ടാലോ? അല്ല, അത് നിങ്ങൾ കാണേണ്ടത്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും ശരിവെക്കുന്ന റിപ്പോർട്ടാണ് ഇന്നലെ എന്താ പറയാ വിജിലൻസ് ഡയറക്ടർ ADGP അജിത് കുമാറിന്റെ വേണ്ടിയിട്ട് ഈ അന്വേഷണത്തിന്റെ ഭാഗമായി നൽകിയ റിപ്പോർട്ട് അദ്ദേഹം തള്ളിയിരിക്കുകയാണ്. അതെ, വീണ്ടും പരിശോധിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വീണ്ടും പരിശോധിക്കണം എന്ന് വിജിലൻസ് ഡയറക്ടർ തന്നെ അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥരോട് പറയുമ്പോൾ എത്രമാത്രം വസ്തുതകളുണ്ട് ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായി നിൽക്കുകയാണ്. ഞാൻ ആവർത്തിച്ച് പിന്നീടും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. വിജിലൻസിൽ നൽകിയിട്ടുള്ള വിജിലൻസ് എടുത്ത മൊഴികളിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള സ്വത്ത് സമ്പാദനത്തിൽ കൃത്യമായ എവിഡൻസുകൾ ചിലത് ഞാൻ കൊടുത്തിട്ടുള്ളതാണ്. ആ ഒരൊറ്റ എവിഡൻസ് മതി മണിക്കൂർ കൊണ്ട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ. അതിന് വെള്ള പൂശാൻ ശ്രമിച്ചു എന്ന് ആരാ പറയുന്നത്? വിജിലൻസ് ഡയറക്ടർ തന്നെയാണ് പറയുന്നത്. അതാണല്ലോ അതിന്റെ റിപ്പോർട്ട് മടക്കിയതിന്റെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ കേരളത്തിലെ മറ്റു 4 വിഷയങ്ങൾ, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ, P ശശിക്കെതിരെ, മാമി കേസ്, റിദാൻ വധക്കേസ്, എയർപോർട്ടിലെ സ്വർണ്ണ തട്ടിപ്പ്, ഇതെല്ലാം വസ്തുതാപരമാണ്. സ്വാഭാവികമായിട്ട് ആ റിപ്പോർട്ട് കൊടുക്കട്ടെ. റിപ്പോർട്ട് ഈ പറയുന്നത് പോലെ നെഗറ്റീവായിട്ടാണ്, അദ്ദേഹത്തെ വെള്ളപൂശിക്കൊണ്ടാണ്. പക്ഷേ ഞാൻ ചോദിച്ചൊരു രാഷ്ട്രീയ അഭയം എന്ന നിലയ്ക്കാണ്. DMK അല്ലെങ്കിൽ ചെന്നൈയിൽ പോയി ചർച്ച നടത്തുന്നു, അവിടുത്തെ ചില പ്രതിനിധികൾ ഇവിടെ വന്ന് താങ്കളുടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു, കോൺഗ്രസുമായി വളരെ അല്ലെങ്കിൽ അവർ നൽകിയ പിന്തുണയ്ക്ക് നന്ദി എന്ന് പറഞ്ഞ് UDFന്റെ ഒരു ഭാഗമാകാനുള്ള ഒരു ശ്രമങ്ങൾ നടക്കുന്നു. അതൊന്നും സാധ്യമാകാതെ വന്നപ്പോൾ തൃണമൂലിലേക്ക് എന്നാണ്. ഇപ്പോൾ ഈ ഒരു ദേശീയ നേതാവെന്ന ഒരു മുഖഛായയൊക്കെ അല്ലെങ്കിൽ പ്രതിച്ഛായയൊക്കെ മമതാ ബാനർജിക്ക് ഉണ്ടെങ്കിലും ഒരു പ്രാദേശിക പാർട്ടി എന്ന നിലയ്ക്ക് തന്നെയാണ് തൃണമൂൽ നിൽക്കുന്നത്. അതിന് കേരളത്തിൽ എത്രത്തോളം ഒരു വേരോട്ടം ഉണ്ടാക്കാൻ കഴിയും ഈ ശക്തമായ 2 മുന്നണി സംവിധാനങ്ങളും BJPയും ഒക്കെ നിൽക്കുന്നിടത്ത് കേരളത്തിൽ? നിങ്ങളുടെ ചോദ്യം എത്ര വിഡ്ഢിത്തപരമാണ്. തൃണമൂലിൽ അഭയം തേടിയോ ഈ 2 ദിവസം കൊണ്ടെന്ന് ചോദിച്ചാൽ, 2 ദിവസം കൊണ്ട് ആളെടുക്കുന്ന പാർട്ടിയാണോ തൃണമൂൽ കോൺഗ്രസ്? ഇത് 1.5 മാസമായി നടക്കുന്ന ചർച്ചയുടെ ഒരു റിസൾട്ടാണ്. അറൌണ്ട് 2 months. അല്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. താങ്കളെ പിന്തുണയ്ക്കുന്ന നിലയിൽ ലീഗ് നേതാക്കളുടെ പ്രതികരണം വന്നു, കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം വന്നു, DMKയുമായുള്ള ചർച്ച. അപ്പോൾ അങ്ങനെ പല വിധത്തിൽ ചർച്ചകൾ നടത്തി. ഇപ്പോൾ 1.5 മാസമായി ചർച്ച, ശരിയായിക്കോട്ടെ, പക്ഷെ പലതരത്തിലും പല പാർട്ടികളുമായിട്ടുള്ള ഒരു ഇടപെടൽ അല്ലെങ്കിൽ ചർച്ച നടന്നല്ലോ. അത് യാഥാർത്ഥ്യമല്ലേ? അതോ തൃണമൂൽ മാത്രമായിട്ടാണോ താങ്കൾ ഈ 1.5 മാസമായി ചർച്ച നടന്നത്? കോൺഗ്രസും ലീഗുമായിട്ടൊക്കെ UDF ലീഡർഷിപ്പുമായിട്ട് നടത്തിയ ചർച്ച എന്തിനെ കുറിച്ചായിരുന്നു? ഈ മലയോര മേഖലയിലെ വന്യമൃഗശല്യവും അതിനെ ഫോറസ്റ്റുകാർക്ക് അനുഗുണമാകുകയും ജനങ്ങൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുകയും ചെയ്യുന്ന നിയമ ഭേദഗതി, സ്റ്റേറ്റ് ഫോറസ്റ്റിന്റെ അമെൻമെന്റ് ആക്ടിലുള്ള അമെൻമെന്റ് ഈ അസംബ്ലിയിൽ വരാൻ പോവുകയാണ്. അതിനെ എതിർക്കണം. അതിൽ ഇത്തരം വിഷയങ്ങളുണ്ട്. അതിൽ ജനങ്ങളെ സംഘടിപ്പിച്ച് അതിനെ എതിർക്കാം എന്ന വിഷയമല്ലേ UDF ലീഡർഷിപ്പുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് വളരെ കൃത്യമായിട്ട് അന്ന് പറഞ്ഞ കാര്യങ്ങളല്ലേ. അതിലേക്ക് ചേരാനല്ലല്ലോ അന്നും നിങ്ങൾ ചോദിച്ചു. ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാണ്. ഇങ്ങനെ ഒരു വിഷയമില്ല, ഇവിടെ ചർച്ച ചെയ്തത് ഇന്ന വിഷയമാണ്. ഈ സമരത്തിനുള്ള ധാർമ്മിക പിന്തുണ തേടിയിട്ടാണ് ലീഗ് കോൺഗ്രസ് ലീഡർഷിപ്പിനെ കണ്ടിട്ടുള്ളത്. പ്രതികരണം അങ്ങും കേട്ട് കാണുമല്ലോ. കഴിഞ്ഞ 9 വർഷമായി ഇക്കാര്യങ്ങളിലൊന്നും പി വി അൻവർ പ്രതികരിച്ചില്ല. എപ്പോഴെങ്കിലും പ്രതികരിച്ചത് നന്നായി എന്നാണ്
ചില നേതാക്കളെങ്കിലും അന്ന് അങ്ങയുടെ ഈ ഒരു ശ്രമത്തിന് പ്രതികരണമായി പറഞ്ഞത്? സ്വാഭാവികമായിട്ട് ആരങ്ങനെ പറയുന്നത്? അത് അവരുടെ ഡ്യൂട്ടി അല്ലേ. പ്രതികരിച്ചിട്ടുണ്ടോ ഇടപെട്ടിട്ടുണ്ടോ എന്നൊക്കെ നാട്ടിലെ ജനങ്ങൾക്ക് അറിയുന്നല്ലേ. അത് പത്രം വായിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും നാട്ടിൽ ഇറങ്ങി നടക്കാതെയും നിൽക്കുന്ന ആളുകൾ പറയുന്ന സ്റ്റേറ്റ്മെന്റായി കണക്കാക്കിയാൽ മതി. ശരി, തൃണമൂൽ കോൺഗ്രസിലെത്തിയ എന്തുകൊണ്ടാണ് തൃണമൂലിനെ തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം? പ്രത്യേകിച്ചും ബംഗാളിൽ CPM-നെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ഒരു പാർട്ടി എന്ന നിലയ്ക്കാണോ? കേരളത്തിൽ അതിന്റെ ഒരു സ്വാധീനം എത്രത്തോളം വളർത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് താങ്കൾക്കുള്ളത്? തീർച്ചയായിട്ടും. നിങ്ങൾ ആദ്യത്തെ ചോദ്യത്തിന് ആദ്യം തന്നെ ഞാൻ ഫസ്റ്റ് ഉത്തരം പറഞ്ഞു. ഫാസിസത്തിനെതിരെയും കമ്മ്യൂണിസ്റ്റ് അരാജകത്വത്തിനെതിരെയും പോരാടിയിട്ടുള്ള നേതാവാണ് ഈ പറയുന്ന ദീദി. സ്വാഭാവികമായിട്ടും ആ മമതാ ബാനർജിയോടൊപ്പം നിന്നുകൊണ്ട് പിണറായി സത്തെ കേരളത്തിൽ അവസാനിപ്പിക്കുക എന്ന ഉദ്ദേശം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് പ്രിഫർ ചെയ്യുന്നത്. കേരളത്തിൽ ഇത് എത്രമാത്രം വളരുമെന്നതാണ് നിങ്ങളുടെ രണ്ടാമത്തെ ചോദ്യം. ആ രണ്ടാമത്തെ ചോദ്യം ഇനി നമ്മൾ പ്രവർത്തിച്ച് കാണിച്ചു തരേണ്ടതാണ്. അതിൽ പ്രതീക്ഷയുള്ളത് കൊണ്ടും കേരളത്തിൽ അങ്ങനെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും തൃണമൂലിന് എന്ന ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ ഇങ്ങനെ രാഷ്ട്രീയ തീരുമാനം ആലോചിച്ചത്. ഈ DMK എന്ന സംഘടനയിൽ, ഇപ്പോൾ താങ്കൾ രൂപീകരിച്ച സംഘടനയിലുള്ളവരെല്ലാം തന്നെ തൃണമൂലിലേക്ക് വരും, കേരളത്തിൽ ഇനി കൂടുതൽ അംഗങ്ങൾ ഈ പാർട്ടിയുടെ ഭാഗമാകുമെന്നൊക്കെ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ അങ്ങനെ തീരുമാനം എടുക്കുന്നത്. നമുക്കറിയാലോ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും എത്ര നേതാക്കന്മാര് സൈലന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. പലതരത്തിലുള്ള അവഗണന, പലതരത്തിലുള്ള രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം, ഇതൊക്കെ മൂലമൊക്കെ ഉണ്ടായിട്ടുള്ള കാരണത്തിന്റെ ഫലമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയിലും സജീവമല്ലാത്ത നല്ല ജനസ്വാധീനമുള്ള ഒട്ടനവധി നേതാക്കന്മാർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോ നമുക്കറിയാം പണ്ട് DIC ഉണ്ടാക്കിയ സമയത്ത് കോൺഗ്രസിൽ നിന്ന് ആ കാലഘട്ടത്തിൽ ഇടതുപക്ഷത്തിലേക്ക് ചേക്കേറി അനാഥമായി നിൽക്കുന്ന ആയിരക്കണക്കിന് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഈ കേരളത്തിന്റെ പല ഭാഗത്തുണ്ട്. അവരെയൊക്കെ ഓരോ ജില്ലകളിൽ നിന്നും പെറുക്കിയെടുത്ത് ഈ സംവിധാനത്തിലേക്ക് കൊണ്ട് പിണറായി സത്തിനെതിരെ കൊണ്ടുവന്ന് പിണറായി സത്തിനെതിരെയുള്ള പോരാട്ടം ഞങ്ങൾ ശക്തമാക്കും. അത് തന്നെയാണ് തീരുമാനം. ആ തീരുമാനത്തിലേക്ക് ഇടതുവിരുദ്ധ ചേരിയെ ശക്തിപ്പെടുത്തുക എന്നത് മാത്രമാണോ? ഇപ്പോൾ തൃണമൂലാണെങ്കിലും കോൺഗ്രസുമായിട്ടുമൊക്കെ വലിയ ഉടക്കുകൾ ഉണ്ടായിരുന്നതാണ്. പിന്നീട് പല തെരഞ്ഞെടുപ്പുകൾ സഹകരിക്കുന്നു. ഇപ്പോൾ ഇന്ത്യ സഖ്യം ഉണ്ടാകുന്നു, അതിൽ സഹകരണം വരുന്നു, പിന്നീട് അതിൽ അഭിപ്രായ തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഇത് രാഷ്ട്രീയ ചർച്ചകൾ അങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ ഇടതുവിരുദ്ധ നിലപാടെടുക്കുന്ന നേതാക്കളെയും അണികളെയും മാത്രമാണോ തൃണമൂൽ കോൺഗ്രസിലൂടെ താങ്കൾ ലക്ഷ്യം വയ്ക്കുന്നത്? അതോ കേരളത്തിൽ അങ്ങോളമുള്ള എല്ലാ പാർട്ടികളിലെയും അസംതൃപ്തരെയാണോ? എല്ലാ സംതൃപ്തരെയും ഒരുമിപ്പിച്ച് കൂട്ടുക എന്ന ദൗത്യം, എന്നിട്ട് അത് ആന്റി പിണറായി മൂവ്മെന്റ് ആക്കി വളർത്തുക. വരാനിരിക്കുന്ന 2026 തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന പിണറായി സർക്കാരിനെ താഴെ ഇറക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം. അതിന് ആർക്കുമായിട്ടൊക്കെ സഹകരിക്കാൻ സാധിക്കുമോ? കേരളത്തിലെ സാമുദായിക സംഘടനകൾ, സാമൂഹിക സംഘടനകൾ എല്ലാവരെയും കോർത്തിണക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. താങ്കളിപ്പോൾ ഇടത് സ്വതന്ത്രൻ എന്ന നിലയിലാണ്, അതുകൊണ്ട് മറ്റ് നിയമക്കുരുക്കൾ ഉണ്ടാകില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എങ്കിലും ഒരു പുതിയ പാർട്ടിയുടെ ചുമതലക്കാരനായി, സംസ്ഥാന അധ്യക്ഷനൊക്കെയായി വരുമ്പോൾ അതിന് മറ്റെന്തെങ്കിലും പ്രതിസന്ധികൾ കൂടി മുന്നിൽ കാണുന്നുണ്ടോ? അതുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഹാൻഡിൽ ചെയ്യും. ഞാനിപ്പോ മെമ്പർഷിപ്പ് എടുത്ത് എവിടെയും ജോയിൻ ചെയ്തിട്ടില്ലല്ലോ. നമ്മളിപ്പോ സഹകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് മെമ്പർഷിപ്പ് എടുക്കേണ്ട സാഹചര്യത്തിലേക്ക് വരികയാണെങ്കിൽ അതിന് എന്ത് നിലപാടാണോ ലീഗലി എടുക്കേണ്ടത് ആ നിലപാട് സ്വീകരിക്കും. ഇന്ന് എന്താണ് മമതാ ബാനർജിയുമായി നടത്തുന്ന ചർച്ച? അതിലെ വാർത്താ സമ്മേളനത്തിൽ പറയാൻ പോകുന്നത് ഈ കേരളത്തിലെ തങ്ങളുടെ ഭാവി രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ചാണോ? മറ്റെന്തെങ്കിലും നിർണായക തീരുമാനങ്ങളുണ്ടോ? ഇന്ന് മമതാ ബാനർജിയുമായി കണ്ടുമുട്ടുന്നു എന്ന് ഇന്നലെ വാർത്തകൾ കണ്ടു. ഞാനതിൽ 1-2 ചാനലിൽ എന്നെ വിളിച്ചപ്പോൾ ഞാനത് പറഞ്ഞു. ഇന്ന് മമതാ ബാനർജിയായിട്ട് കാണുന്നില്ല. ഇന്ന് അവരുടെ പാർലമെന്ററി പാർട്ടി ലീഡേഴ്സുമായിട്ടാണ് കാണുന്നത്. ഞാൻ കൽക്കട്ടയിലാണുള്ളത്. മുഖ്യമന്ത്രി കൽക്കട്ടയിലില്ല. ഇവിടുന്ന് 1200 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സ്ഥലത്താണ് അവരുള്ളത്. അപ്പം അവരെ നെക്സ്റ്റ് വീക്കിലോ സെക്കൻഡ് വീക്കിലോ വന്നിട്ട് കാണുകയുള്ളൂ. അല്ല, ഇതുവരെ അവരുമായി ഫോണിലെങ്കിലും സംഭാഷണം നടത്തിയോ? ഇങ്ങനെ ഒരു സംസാരിച്ചു, വിശദമായ കാര്യങ്ങൾ സംസാരിച്ചു. എന്താണ് മമതാ ബാനർജി പറയുന്നത്? താങ്കൾ തൃണമൂലിന്റെ ഭാഗമാകുമ്പോൾ മമതാ ബാനർജിക്ക് കേരളത്തിലുള്ള പ്രതീക്ഷ എന്താണ്? ഈ CPM-നെതിരായ താങ്കളുടെ ശക്തമായ നിലപാടുകളാണോ മമതാ ബാനർജിയെയും ആകർഷിക്കുന്നത്? സ്വാഭാവികമായിട്ടും അവർ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് ആണ്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് നിന്നവർക്ക് മേഘാലയയിൽ 5 MLA-മാരുണ്ട്. മറ്റു ഇതര സംസ്ഥാനങ്ങളിൽ വലിയ പാർട്ടി സംവിധാനങ്ങളുണ്ട്. ഏകദേശം 29 ലോകസഭാ MP-മാരും 10ഓളം ലോകസഭാ MP-മാരുമുള്ള ഇന്ത്യയിലെ ഒരു പ്രധാന പാർട്ടിയല്ലേ. അവരെ സംബന്ധിച്ച് സൗത്ത് ഇന്ത്യയിലേക്ക് അവരുടെ പാർട്ടിയെ വിപുലപ്പെടുത്തുക എന്നത് ദേശീയ പാർട്ടി എന്ന നിലക്ക് ആ പാർട്ടിയെ വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള ഒരു നിലപാടിന്റെയും കൂടെ ഭാഗമാണ്.
സ്വാഭാവികമായിട്ടും അത് അവരുടെ ഒരു പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പല്ലേ. ഇപ്പോൾ താങ്കൾ പറഞ്ഞ 1.5 മാസമായിട്ടാണ് തൃണമൂൽ കോൺഗ്രസുമായുള്ള ചർച്ച. അതിന് സമാന്തരമായി DMK-യുമായിട്ട് ചർച്ച നടത്തിയിരുന്നോ? ഇപ്പോൾ DMK-യിൽ നിന്നൊരു പച്ചക്കൊടി കാട്ടിയിരുന്നെങ്കിൽ താങ്കൾ സംസ്ഥാനത്തെ കേരളത്തിലെ DMK-യുടെ സംസ്ഥാന അധ്യക്ഷനായി മാറുമായിരുന്നു. അതിനൊക്കെ എന്താ ചോദ്യം? അല്ല, അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാലോ. കാരണം ഈ ചർച്ചകളൊക്കെ നമ്മൾ ഒരുപാട് കാണുന്നു. അങ്ങേക്കും അറിയാം ഏതൊക്കെ രീതിയിലാണ് ചർച്ചകൾ നടക്കുന്നത്. ചില കാര്യങ്ങൾ പറയാൻ പറ്റില്ല എന്നുള്ളതല്ല. ചോദിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞു പോയ ചിത്രമാണ്. പോയ ബസ്സിന് നമ്മൾ കൈ കാണിക്കില്ലല്ലോ ആരും. അല്ല, അത് ആ സാധ്യത ഉണ്ടായിരുന്നോ? സ്റ്റാലിൻ അവിടെ നിന്ന് ഓക്കെ എന്നൊരു മറുപടി കിട്ടിയിരുന്നെങ്കിൽ ആ സാധ്യത ഉണ്ടാകുമായിരുന്നു. ക്ലിയർ ചെയ്യാണല്ലോ. ഒരു പിണറായി നേരിട്ട് ഇടപെട്ട് തടഞ്ഞതാണ് എന്നുള്ള എന്നെക്കാളും നിങ്ങൾക്ക് അറിയുന്നതാണല്ലോ. നമ്മൾ അതിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പൊ താങ്കളുടെ മറ്റു രാഷ്ട്രീയ കക്ഷികളിലേക്കുള്ള പ്രവേശം പോലും തടയുന്ന നിലയിലാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ ഒരു ഇടപെടൽ ഈ പറയുന്ന മമതാ ബാനർജിന്റെ അടുത്ത് നടക്കില്ലല്ലോ. അത് നിങ്ങൾക്ക് ഉറപ്പുള്ള കാര്യമല്ലേ? മമതാ ബാനർജി എന്തായാലും ബംഗാളിലല്ലേ? കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തിക്കണ്ടേ? മനസ്സിലായില്ല. അല്ല, മമതാ ബാനർജി ബംഗാളിലെ ശക്തിയായ നേതാവാണ്. പക്ഷേ തൃണമൂൽ കോൺഗ്രസ് കേരളത്തിലാണല്ലോ പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ CPM-ഉം CPI-യും കോൺഗ്രസും ഒക്കെ ശക്തമായി നിൽക്കുന്ന സ്ഥലത്താണ് ഇനി തൃണമൂൽ കോൺഗ്രസിന് സ്വന്തമായ ഒരു ഇടമുണ്ടാക്കേണ്ടത്. തിരുത്തണം നിങ്ങൾ. പറയൂ. അതാണ് അവരുടെ പൊസിഷൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിലുള്ളത്. ആ അർത്ഥത്തിൽ അത് കാണുകയാണ് നമ്മൾ. ദേശീയ നേതാവായി കണ്ടു. പക്ഷേ ഇന്ത്യ അലയൻസിൽ തന്നെ ആരാണ് ദേശീയ നേതാവ് എന്ന കാര്യത്തിൽ ഇപ്പോഴും തർക്കം നിലനിൽക്കുകയാണ്. അതൊക്കെ വലിയ കാര്യമല്ലേ. നമ്മളെന്താ പറയാ, അവരൊക്കെ തേങ്ങ ഉടക്കും, നമ്മൾ ചെറിയ ചിരട്ടന് പൊട്ട് കൊടുക്കാണ്. അപ്പൊ അതിലൊന്നും ഇപ്പൊ നമ്മൾ ഇടപെടാനായിട്ടില്ലല്ലോ. അല്ല, ഞാൻ ചോദിച്ചത് കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസിന് ഒരു സ്വാധീനം ഉണ്ടാക്കി എടുക്കണ്ടേ? താങ്കളിപ്പോൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇത് പേരിനുള്ള ഒരു പാർട്ടിയാകാനും പറ്റില്ലല്ലോ. ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടമാണ് താങ്കൾ മുന്നോട്ട് വയ്ക്കുന്നത്. അത്രമാത്രം വേരുകൾ ആഴത്തിലിറക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ ഭൂമികയാണോ കേരളത്തിൽ? തൃണമൂലിന് വളർന്ന് പന്തലിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ട് എന്ന് കരുതുന്നുണ്ടോ ശരിക്കും? പിന്നെ തീർച്ചയായിട്ടും കരുതുന്നുണ്ട്. നിങ്ങളെയൊക്കെ സപ്പോർട്ട് തന്നെ പ്രതീക്ഷിക്കണം. നമ്മളെല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നല്ല തീരുമാനങ്ങൾക്കും നല്ല പ്രവർത്തനങ്ങൾക്കും പിന്തുണയുണ്ട്, അതാരായാലും. താങ്ക് യു. ശരി, വളരെ നന്ദി ശ്രീ PB അൻവർ പ്രതികരണം അറിയിച്ചതിന്. എന്തായാലും കൊൽക്കത്തയിലാണ് ഇപ്പോൾ PB അൻവർ ഉള്ളത്. മമതാ ബാനർജിയുമായി വരും ദിവസങ്ങളിൽ കൂടിക്കാഴ്ച നടത്തും. ഫോണിലൂടെയൊക്കെ ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇന്ന് പാർട്ടിയിലെ മറ്റു നേതാക്കളുമായിട്ടാണ് ചർച്ച. സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിലേക്ക് വരും. പക്ഷേ ഔദ്യോഗികമായിട്ട് പാർട്ടി മെമ്പർഷിപ്പ് എടുക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. സഹകരിച്ച് പ്രവർത്തിക്കുക എന്നാണ്. അതൊരു നിയമപരമായ എന്തെങ്കിലും കുരുക്കുകൾ വന്നാൽ അത് ഒഴിവാക്കാനുള്ള ഒരു ശ്രമം കൂടിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കും. അങ്ങനെ തൃണമൂൽ കോൺഗ്രസ് നേതാവായി മാറുകയാണ് PB അൻവർ.